Let us look into this picture. ഈ ഒരു പിക്ചർ കാണുമ്പോൾ നമുക്കറിയാം ഇതെന്താണ്, ഇതൊരു ബീച്ചിലെ വ്യൂ ആണ് അല്ലേ. ഏറെക്കുറെ ഒരു സൺസെറ്റ് ആയ സമയത്തുള്ള ഒരു ബീച്ചിലെ വ്യൂ ആണ്. നമുക്കറിയാം ദി സ്കൈ അപ്പിയർസ് ടു ബി എ റെഡ് കളർ ഹിയർ. അപ്പോൾ കമ്പയർ ടു ദി ന്യൂൺ ടൈം അല്ലെങ്കിൽ ഉച്ച സമയങ്ങളിൽ അല്ലെങ്കിൽ ബാക്കി സമയങ്ങളിൽ കമ്പയർ ചെയ്യുമ്പോൾ ദി മോർണിംഗ് ആൻഡ് ദി ഈവനിങ് സൺ അല്ലെങ്കിൽ ഈവനിങ് സ്കൈ വിൽ ബി ഹാവിങ് റെഡ് കളർ അല്ലെ. അപ്പൊ ഇതിന് പിന്നിലെ കാരണം എന്തായിരിക്കും, എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? So in this session, we'll be dealing with the reason behind this. Okay. So let us look into this picture also. അപ്പം ഈ പിക്ചറിലേക്ക് നോക്കി നിങ്ങൾക്ക് അറിയാം ഇവിടെ എന്താണ്, ഇവിടെ ഒരു ഡെൻസ് ഫോറസ്റ്റിലേക്ക് സൂര്യപ്രകാശം അടിക്കുമ്പോഴത്തേക്കും നമുക്ക് ബീം ഓഫ് സൺലൈറ്റ് ഇവിടെ ക്ലിയർലി വിസിബിൾ ആവുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ ടിൻഡൽ എഫക്റ്റ് എന്നൊക്കെ പറയും. സോ ഇൻ ദിസ് സെഷൻ വിൽ ഓൾസോ സ്റ്റഡി അബൌട്ട് ദി ടിൻഡൽ എഫക്റ്റ്. അപ്പം ഇതിന്റെ പിന്നിലൊക്കെ എന്താണ് സംഭവിക്കുന്നത്? സോ ഇപ്പൊ തന്നെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു ചോദ്യം എഴുന്നിട്ടുണ്ടാവും അല്ലെ. സോ നമ്മൾ ആദ്യമായി പഠിക്കാൻ പോകുന്നത് ഇത് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് എന്താണെന്നാണ്. അപ്പോൾ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ whenever the rays of light is entering into the atmosphere, അല്ലെങ്കിൽ whenever the sunlight passes through the atmosphere, these rays in the sunlight will be reflected by the tiny particles of the atmosphere. അപ്പം നമുക്കറിയാം അറ്റ്മോസ്ഫിയറിൽ ഒത്തിരി പാർട്ടിക്കിൾസ് ഉണ്ട്. ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും, ഫോഗ് ഉണ്ടായിരിക്കും, മിസ്റ്റ് ഉണ്ടായിരിക്കും, അങ്ങനെ ഒത്തിരി പാർട്ടിക്കിൾസ് ഉണ്ട്. സോ വെനെവർ ഈ സൺലൈറ്റ് അറ്റ്മോസ്ഫിയറിലേക്ക് എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും ഈ റേസ് ഓഫ് ലൈറ്റ് എന്താണ്, ഈ പാർട്ടിക്കിൾസിന്റെ പ്രസൻസ് കാരണം ഗെറ്റ് റിഫ്ലക്റ്റഡ് ഹിയർ ആൻഡ് ദെയർ. സോ ഇതാണ് ഇവിടെ ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ സൺ റേസ് ഇസ് എൻ്ററിങ് എർത്ത് ഉണ്ട്, എർത്തിന്റെ അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ഈ ഒരു ആർക്ക് ഫോമിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ അറ്റ്മോസ്ഫിയറിലെ പാർട്ടിക്കിൾസ് കാരണം ഈ വരുന്ന സൺറേസ് നേരെ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നില്ല, പകരം ഓരോ പാർട്ടിക്കിൾസിൽ സ്ട്രൈക്ക് ചെയ്ത് അവരുടെ റിഫ്ലക്റ്റഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻസ് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും. സോ ഈ ഒരു പ്രോസസ്സിനെ നമുക്ക് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് എന്നൊക്കെ പറയാൻ പറ്റും. അല്ലെങ്കിൽ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് നമുക്ക് ചേഞ്ച് ഇൻ ഡയറക്ഷൻ ദാറ്റ് ഈസ് ബ്രോട്ട് ഔട്ട് ബൈ ദ ഇറഗുലർ ആൻഡ് പാർഷ്യൽ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് when it hits the particles of the medium. അപ്പൊ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ആക്ച്വലി ഒരു ഇറഗുലർ റിഫ്ലക്ഷൻ ആണ്, ഒരു റെഗുലർ റിഫ്ലക്ഷൻ അല്ല, ഒരു ഇറഗുലർ റിഫ്ലക്ഷൻ ആണ്. ഇനി അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ബിക്കോസ് ദീസ് ഇൻസിഡന്റ് ലൈറ്റ് ഇസ് ഹീറ്റിംഗ് ദി ഡിഫറെന്റ് പാർട്ടിക്കിൾസ് ഓഫ് ദി മീഡിയം. അപ്പം ഇൻസിഡന്റ് ലൈറ്റ് അല്ലെങ്കിൽ ഇൻസിഡന്റ് റേ ഓഫ് ലൈറ്റ് പാർട്ടിക്കിൾസിൽ സ്ട്രൈക്ക് ചെയ്യുമ്പോഴത്തേക്കും അവരുടെ റിഫ്ലക്റ്റഡ് ആംഗിൾസ് അല്ലെങ്കിൽ റിഫ്ലക്ഷന് ചേഞ്ച് ഇൻ ഡയറക്ഷൻ സംഭവിക്കുന്നുണ്ട്. സോ ഇതിനെ നമുക്ക് സ്കാറ്ററിംഗ് ഓഫ്, അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സിനെ നമുക്ക് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് എന്ന് പറയാം. ഓക്കെ. സോ another question arises. ഇനി is the distribution of sunlight to all regions made possible by this type of scattering? അതായത് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മളൊരു റൂമിൽ ഇരിക്കുക, നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ഇരിക്കുക, എന്നാലും നമുക്ക് പകൽ സമയത്ത് റൂമിൽ ലൈറ്റ് ഇട്ടില്ലെങ്കിൽ നമുക്ക് വെട്ടമൊക്കെ കിട്ടുന്നുണ്ട് അല്ലേ. അതുപോലെ നമ്മളൊരു ട്രീയുടെ അടിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷെയ്ഡുള്ള എന്തിനെങ്കിലും ഒക്കെ അടിയിൽ ഇരുന്നാലും നമുക്ക് വെളിച്ചം കിട്ടുന്നുണ്ട് പകൽ സമയമാണെങ്കിൽ അല്ലെ. നമ്മൾ പറയല്ലേ സൂര്യൻ വെളിയിൽ ആണ്, പക്ഷെ എന്നാലും നമുക്ക് വെളിച്ചം കിട്ടുന്നുണ്ട്. സോ വാട്ട് വിൽ ബി ദ റീസൺ ബിഹൈൻഡ് ദിസ്? അതും സ്കാറ്ററിംഗ് കാരണം തന്നെ ആണ്, അല്ലെങ്കിൽ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ആണ് അതിന്റെ കാരണം. അപ്പൊ എന്താണ് സ്കാറ്ററിംഗിനെ നമുക്ക് പാർഷ്യൽ ആൻഡ് irregular reflection of light എന്ന് പറയാം. ഇനി the colors in the sunlight will undergo scattering when they fall on the particles in the atmosphere അല്ലേ. അപ്പൊ സൺലൈറ്റ് എന്ന് പറയുന്നത് മിക്സ്ചർ ഓഫ് കളേഴ്സ് അല്ലേ. സോ the beam of light or rays will undergo scattering as they fall on the particles in the atmosphere. ഡസ്റ്റ് പാർട്ടിക്കിൾസോ ഫോഗോ എന്തെങ്കിലുമൊക്കെ സ്ട്രൈക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സ്കാറ്ററിങ്, ഈ റേസ് ഓഫ് ലൈറ്റിന് സ്കാറ്ററിങ് സംഭവിക്കും. സോ അങ്ങനെയാണ് സൺലൈറ്റ് വിൽ റീച്ച് ദ റൂംസ് അല്ലെങ്കിൽ അണ്ടർ ദ ട്രീസ് എക്സെട്ര. ഓക്കെ. അപ്പൊ ഇതാണ് റീസൺ. നമ്മൾ എവിടെ ഇരുന്നാലും നമുക്ക് വെട്ടം കിട്ടാൻ ഉള്ള കാരണം, നമ്മളൊരു ക്ലോസ്ഡ് റൂമിൽ അല്ലെങ്കിൽ നമുക്ക് വെട്ടം കിട്ടാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതാണ്, സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ആണ് കാരണം. ഇനി do all colors of sunlight will undergo similar scattering? അപ്പൊ നമുക്കറിയാം സൺലൈറ്റിനെ നമ്മൾ ഇതിനു മുന്നേ പഠിച്ചിട്ടുണ്ട്, ഡിസ്പേർഷൻ സംഭവിക്കും അല്ലെ. വെൻ സൺലൈറ്റ് ഇസ് പാസ് ത്രൂ എ പ്രിസം ഡിസ്പേർഷൻ സംഭവിക്കും. അതിനുശേഷം എന്താണ്, ഒരു ബാൻഡ് ഓഫ് ഒരു സ്പെക്ട്രമാണ് അവിടെ നമുക്ക് റിസൾട്ടന്റ് ആയി കിട്ടുന്നത്. അപ്പൊ ഈ സ്പെക്ട്രത്തിൽ നമുക്ക് കുറെ കളേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളോടുള്ള ചോദ്യം, ഈ എല്ലാ കളേഴ്സും ഒരേപോലത്തെ സ്കാറ്ററിംഗ് ആയിരിക്കുമോ അണ്ടർഗോ ചെയ്യാൻ പോകുന്നത് എന്നാണ്. അപ്പൊ നമുക്ക് നോക്കാം, നമ്മളിതൊരു എക്സാമ്പിൾ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെന്റ് വെച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ഈ എക്സ്പെരിമെന്റിൽ നമ്മൾ ഒരു ബീക്കറിൽ കുറച്ച്
വെള്ളം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മളിവിടെ ഒരു ബീക്കറിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സോഴ്സ് ഓഫ് ലൈറ്റ് ഉണ്ട്. ആസ് വെൽ ആസ് നമ്മളിവിടെ ഒരു സ്ക്രീൻ വെച്ചിട്ടുണ്ട് അല്ലെ. ഈ ലൈറ്റ് ഈ സോഴ്സ് ഓഫ് ലൈറ്റിൽ നിന്ന് വരുന്ന വെട്ടം ഈ വെള്ളത്തിൽ കൂടെ പാസ് ചെയ്ത് ബീക്കറിലിരിക്കുന്ന വാട്ടറിൽ കൂടെ പാസ് ചെയ്ത് അപ്പുറത്ത് വരുന്നത് കളക്ട് ചെയ്യാൻ വേണ്ടി, അപ്പുറത്ത് വരുന്ന ലൈറ്റ് ഏതാന്ന് കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ഒരു സ്ക്രീനും വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മളൊരു ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ വാട്ടർ ഇസ് ടേക്കൺ ഇൻ എ ബീക്കർ. അതിനുശേഷം നമ്മൾ വിൽ അലൗ ദി ലൈറ്റ് ഫ്രം ദിസ് ടോർച്ച് ടു ഫോൾ ഓൺ ദിസ് water in the beaker. Okay, ഇനി light from the beaker will be made to fall on the screen. അതിനാണല്ലോ നമ്മൾ അവിടെ സ്ക്രീൻ വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ ബീക്കറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ലൈറ്റിനെ നമ്മൾ അവിടെ ഒരു സ്ക്രീൻ വെച്ചിട്ട് കളക്ട് ചെയ്യും. ഇനി അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് we'll add sodium thiosulfite into the water and we'll dissolve it in the water. അപ്പൊ ഈ ബീക്കറിൽ എടുത്തിരിക്കുന്ന വെള്ളത്തിൽ നമ്മൾ സോഡിയം തയോസൾഫൈറ്റ് എന്താണ് ഡിസോൾവ് ചെയ്യും. ഓക്കെ, അതിനുശേഷം നമ്മൾ 1 or 2 drops ഓഫ് HCl അതിലേക്ക് ആഡ് ചെയ്യും. ഇപ്പൊ ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വാട്ടർ ബീക്കറിൽ എടുത്തു, അതിനുശേഷം നമ്മൾ ഒരു സോഴ്സ് ഓഫ് ലൈറ്റ് കൊടുത്തു, ഒരു സ്ക്രീൻ വെച്ചു, ആൻഡ് നമ്മൾ സോഡിയം തയോസൾഫൈറ്റ് ഈ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നു. അതിനുശേഷം 1 or 2 drops ഓഫ് HCl കൂടെ ആഡ് ചെയ്യുന്നു. ഇനി നമ്മൾ എന്താണ്, we are going to observe the change in the color of light in the solution as well as in the screen. അപ്പോൾ സൊല്യൂഷനിലെ കളർ ചേഞ്ചും സൊല്യൂഷന്റെ കളർ ചേഞ്ചും ആസ് വെൽ ആസ് ഈ ലൈറ്റ് ഈ സൊല്യൂഷനിൽ കൂടെ പാസ് ചെയ്ത് പോയി കഴിയുമ്പോൾ നമുക്ക് സ്ക്രീനിൽ കിട്ടാൻ പോകുന്ന കളേഴ്സും എന്തൊക്കെയാണ് നമ്മൾ ആ ഒരു ചേഞ്ച് ഇൻ കളേഴ്സ് നമ്മൾ നോട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ when hydrochloric acid is added to the solution, sodium thiosulfite and water solution like നമ്മൾ hydrochloric acid add ചെയ്യുമ്പോഴത്തേക്കും what do you think, which color will spread first in the medium? So it will be the blue color. Actually you have to do it experimentally, but എന്താണ് ഇത് ബ്ലൂ കളർ ആയിരിക്കും നമുക്ക് അവിടെ ഇനീഷ്യലി സ്പ്രെഡ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം വരുന്ന മാറ്റങ്ങളാണ്. സോ the color changes that are observed on the screen later will be the violet to indigo, blue to green and to yellow, again orange to red. ഈ ഒരു കളർ ചേഞ്ചസ് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ആൻഡ് ദി ഫൈനൽ കളർ ദാറ്റ് വി വിൽ ഒബ്സർവ് ഇൻ ദി സ്ക്രീൻ എന്ന് പറയുന്നത് റെഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ഈ എക്സ്പെരിമെന്റിൽ എന്താണ് ആ സ്ക്രീനിൽ നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന കളേഴ്സിന് തന്നെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പം ആസ് വി ആഡഡ് സോഡിയം തയോസൾഫൈറ്റ് ആൻഡ് ഡിസോൾവ്ഡ് ഇറ്റ് ഇൻ വാട്ടർ, അതിനുശേഷം ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടെ ആഡ് ചെയ്തപ്പോഴത്തേക്കും അവിടെ നമുക്കറിയാം അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ടുണ്ട്, അവിടെ ഒരു പ്രോഡക്റ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനീഷ്യലി സ്ക്രീനിൽ ഒരു ബ്ലൂ കളർ കിട്ടും. പിന്നെ ഫൈനലി നമുക്ക് ഫൈനൽ കളർ വാട്ട് വി ആർ ഗോയിങ് ടു ഒബ്സർവ് വിൽ ബി ദ റെഡ് കളർ ആയിരിക്കും. അവിടെ എന്താണ് സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് നോക്കണ്ടേ. അതായത് സോഡിയം തയോസൾഫൈറ്റ് HCl-ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ കൊളോയിഡൽ സൾഫർ പാർട്ടിക്കിൾസ് ആണ് ഉണ്ടാവാൻ പോകുന്നത്. ഓക്കെ, സോ കൊളോയിഡൽ സൾഫർ ഇസ് precipitate. ഇനി ഈ സൈസ് ഓഫ് സൾഫർ പാർട്ടിക്കിൾസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് നേച്ചർ ഓഫ് സ്കാറ്ററിംഗ് വിൽ ഓൾസോ ചേഞ്ച്. അതായത് വെൻ സോഡിയം തയോസൾഫൈറ്റും HCl-ഉം കൂടെ റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ വിൽ ഗെറ്റ് കൊളോയിഡൽ സൾഫർ പാർട്ടിക്കിൾസ്, അല്ലെങ്കിൽ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവും. ഈ പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത് കൊളോയിഡൽ സൾഫർ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കറിയാം പ്രസിപ്പിറ്റേറ്റ്സിന് പാർട്ടിക്കിൾ സൈസ് ഉണ്ട് അല്ലെ. അതൊരു എന്താണ് ഒരു ഹോമോജീനിയസ് സൊല്യൂഷൻ ഒന്നും ആയിരിക്കത്തില്ല, ഇറ്റ്സ് എ കൊളോയിഡൽ സൊല്യൂഷൻ. അപ്പം there are particles that are present in the solution, and depending on the size of these particles in the solution എന്താണ് നേച്ചർ ഓഫ് സ്കാറ്ററിങ്ങിനും മാറ്റം സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതിൽ നിന്ന് നമ്മൾ we are going to find what is the relationship between the wavelength of the light as well as the change in the scattering. Okay, as we already told നമ്മൾ സ്കാറ്ററിംഗ് ആൻഡ് വേവ് ലെങ്ത് തമ്മിലുള്ള ഡിപ്പെൻഡൻസി എന്താന്ന് നോക്കാൻ പോവാണ്. അപ്പം അതിനു വേണ്ടിയിട്ട് ലെറ്റ്സ് കൺസിഡർ ദി വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ എക്സെട്ര. നമുക്കറിയാം ഈ കളേഴ്സിന് എന്താണ് ഷോർട്ടർ വേവ് ലെങ്ത് ആണ് അല്ലെ. സോ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ അല്ലെ ടുവേർഡ്സ് ദി ബ്ലൂ സൈഡ് these colors will be having the smallest wavelength, but towards the red side എന്താണ് red is having the greater wavelength അല്ലെ. ഓറഞ്ച്, റെഡ് അങ്ങോട്ട് പോകുമ്പോൾ വേവ് ലെങ്ത് again കൂടുവാണ്. അപ്പം എന്താണ് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ എക്സെട്ര will be having the maximum scattering also.
അപ്പൊ നമ്മൾ സ്കാറ്ററിംഗ് ആൻഡ് വേവ് ലെങ്ത് തമ്മിലുള്ള ഡിപ്പെൻഡൻസി എന്താണെന്ന് നോക്കാൻ പോവാണ്. അപ്പൊ നമുക്കറിയാം വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ അല്ലെങ്കിൽ ടുവേർഡ്സ് ദ ബ്ലൂ സൈഡ് ദ കളേഴ്സിന് എന്താണ് ആർ ഹാവിംഗ് ദി സ്മോൾ വേവ് ലെങ്ത് അല്ലെ. ബട്ട് ടുവേർഡ്സ് ദി റെഡ് സൈഡ്, ഓറഞ്ച്, റെഡ്, അവർക്കൊക്കെ വേവ് ലെങ്ത് വിൽ ബി ഗ്രേറ്റർ. ഓക്കെ, സോ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, എക്സെട്ര ഈ കളേഴ്സിന് മാക്സിമം സ്കാറ്ററിംഗ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. പക്ഷെ റെഡിന് വിച്ച് ഇസ് ഹാവിംഗ് ദി ലോങ്സ്റ്റ് വേവ് ലെങ്ത് നമുക്ക് മിനിമം സ്കാറ്ററിംഗ് ആണ് ഒബ്സർവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് ദർഫോർ നമുക്ക് പറയാൻ പറ്റും റെഡിന് സ്കാറ്ററിംഗ് കുറവായതുകൊണ്ട് ഇറ്റ് ക്യാൻ ട്രാവൽ ഗ്രേറ്റർ ഡിസ്റ്റൻസ്. അപ്പം ഈ ഒരു ഡേറ്റയിൽ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും? ടുവേർഡ്സ് ദി ബ്ലൂ സൈഡ് എന്താണ് കളേഴ്സ് ആർ ഹാവിംഗ് ദി സ്മോളസ്റ്റ് വേവ് ലെങ്ത്, അതുകൊണ്ട് തന്നെ അവരുടെ സ്കാറ്ററിംഗ് വിൽ ബി മാക്സിമം. ഓക്കെ, അപ്പൊ ടുവേർഡ്സ് ദി റെഡ് സൈഡ് അല്ലെങ്കിൽ ഓറഞ്ച്, റെഡ് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ദോസ് കളേഴ്സ് ആർ ഹാവിംഗ് ദി ലാർജർ വേവ് ലെങ്ത്, അതുകൊണ്ട് തന്നെ അവരുടെ സ്കാറ്ററിംഗ് വളരെ കുറവായിരിക്കും. ആൻഡ് ദർഫോർ ദീസ് കളേഴ്സ് ഓർ ദീസ് ലൈറ്റ്സ് ക്യാൻ ട്രാവൽ ഗ്രേറ്റർ ഡിസ്റ്റൻസ്. ഇപ്പൊ നമുക്കറിയാം നമ്മൾ റെഡ് ലൈറ്റ്സ് എന്താണ് ഡേഞ്ചർ സിഗ്നൽസ് ഒക്കെ നമ്മൾ റെഡിലാണ് കൊടുക്കുക. അതായത് ദാറ്റ് സിഗ്നൽ ഹാസ് ടു പാസ് ത്രൂ ദി അറ്റ്മോസ്ഫിയർ ഓവർ ലോങ് ഡിസ്റ്റൻസ്. ഓക്കെ, അതായത് എത്ര ഹിൻഡ്രൻസ് വന്നാലും അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ പാർട്ടിക്കിൾസ് ഒന്നും കാരണം സ്കാറ്ററിംഗ് സംഭവിച്ച് എന്താണ് ലോസ് ഉണ്ടാവരുത്, അതുകൊണ്ടാണ് നമ്മൾ റെഡ് സിഗ്നൽസ് ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവർക്ക് മിനിമം സ്കാറ്ററിംഗ് ആണ്, അതുകൊണ്ട് തന്നെ ലോങ്ങർ ഡിസ്റ്റൻസ് വളരെ ദൂരെ നിന്ന് തന്നെ നമുക്ക് കളർ പിക്ക് ചെയ്യാൻ ക്യാച്ച് ചെയ്യാൻ പറ്റും. ബിക്കോസ് റെഡ് ട്രാവൽ ഗ്രേറ്റർ ഡിസ്റ്റൻസ് ബിക്കോസ് ഇറ്റ് ഹാസ് മിനിമം സ്കാറ്ററിംഗ്. സോ we can conclude that the rate of scattering and the size of particles are interrelated. Okay, ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ റേറ്റ് ഓഫ് സ്കാറ്ററിംഗും സൈസ് ഓഫ് പാർട്ടിക്കിൾസും ആ എക്സ്പെരിമെന്റിൽ നമ്മൾ ഇതാണ് ചെയ്തത് അല്ലെ. നമ്മൾക്ക് മനസ്സിലായി, അതായത് ആസ് ദി സൈസ് ഓഫ് പാർട്ടിക്കിൾസ് ആർ ചേഞ്ചിങ്, അവിടെ കൊളോയിഡൽ സൾഫർ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടായി കഴിഞ്ഞപ്പം ആസ് ദി പാർട്ടിക്കിൾ സൈസ് ആർ ചേഞ്ചിങ് there was some change in the സ്കാറ്ററിംഗ് ഓൾസോ അല്ലെ. നമുക്ക് സ്ക്രീനിൽ കിട്ടിക്കൊണ്ടിരുന്ന ലൈറ്റിന്റെ കളർ ചേഞ്ച് ഉണ്ടായിരുന്നു. സോ വി ക്യാൻ സേ ദാറ്റ് റേറ്റ് ഓഫ് സ്കാറ്ററിംഗ് ആൻഡ് സൈസ് ഓഫ് പാർട്ടിക്കിൾസ് ആർ ഇന്റർ റിലേറ്റഡ്. As the size of the particle increases, the rate of scattering will also increase. അല്ലെ, പാർട്ടിക്കിൾ സൈസ് കൂടുന്ന അനുസരിച്ച് റേറ്റ് ഓഫ് സ്കാറ്ററിംഗും കൂടും. സോ if the size of the particle is greater than the wavelength of the light, then the scattering is same for all colors. Wavelength of lightലും greater size particles ആണെങ്കിൽ എല്ലാ കളേഴ്സിനും ഒരേപോലത്തെ സ്കാറ്ററിംഗ് ആയിരിക്കും സംഭവിക്കുക. Okay, so what do you think? Which component color in white light does undergo the maximum scattering? നമ്മൾ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. We know that towards the blue side എന്താണ് their wavelength is the minimum and therefore they'll undergo the maximum scattering. So the blue color or blue light has the maximum scattering. Now another question is here, why does the horizon appear as red during sunset? So ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഈ ക്ലാസ് തുടങ്ങിയപ്പോഴത്തെ ഇനീഷ്യൽ പിക്ചർ ആണ് അല്ലെ. ഇനീഷ്യൽ പിക്ചറിൽ നമ്മൾ കണ്ടതാണ് ദി സ്കൈ അപ്പിയർഡ് ആസ് റെഡ്. ഏറെക്കുറെ ഒരു റെഡ് കളറിലേക്ക് ഒരു ഓൾമോസ്റ്റ് റെഡ് കളറിലാണ് സ്കൈ ഇരുന്നത്. സോ വാട്ട് വിൽ ബി ദ റീസൺ ഫോർ ദിസ്? എന്തുകൊണ്ടാണ് സൺസെറ്റ് സമയത്ത് അല്ലെങ്കിൽ സൺറൈസ് സമയത്ത് ഹൊറൈസൺ അപ്പിയർ ആസ് റെഡ്? നമുക്കറിയാം here the light reaching us from the horizon has to travel long distance through the atmosphere. നമ്മൾ പറയുവാണെങ്കിൽ നമ്മളൊരു എന്താണ് നമ്മൾ സൂര്യനെ ഒബ്സർവ് ചെയ്യുമ്പോൾ നമ്മൾ സണ്ണിനെ ഒബ്സർവ് ചെയ്യുമ്പോഴത്തേക്കും എന്താണ് സൺ വിൽ ബി അറ്റ് ദി ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം അസ് ഡ്യൂറിങ് നൂൺ അല്ലെങ്കിൽ സൺസെറ്റ് ആൻഡ് സൺറൈസ് സമയത്ത് രാവിലെയും വൈകുന്നേരവും നമ്മളിൽ നിന്ന് സണ്ണിലുള്ള ദൂരം അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഫ്രം ദി ഒബ്സർവർ ടു ദ സൺ ഡിസ്റ്റൻസ് കൂടുതലാണ്. പക്ഷെ ന്യൂൺ ടൈമിൽ അത് കുറവാണ് അല്ലെ. അപ്പം ലൈറ്റ് ഹാസ് ടു റീച്ചസ് ത്രൂ എ ലോങ് ഡിസ്റ്റൻസ്. അതായത് ലൈറ്റ് നമ്മളിൽ എത്തണമെങ്കിൽ അറ്റ്മോസ്ഫിയറിൽ കൂടെ ഒത്തിരി ഡിസ്റ്റൻസ് ലൈറ്റിന് ട്രാവൽ ചെയ്യണം. അതിനുശേഷം മാത്രമേ ലൈറ്റിന് നമ്മളിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ ഒരു ലോങ് ജേർണിയിൽ ഡ്യൂറിങ് ദിസ് ലോങ് ജേർണി ഷോർട്ടർ വേവ് ലെങ്ത് കളേഴ്സ് എല്ലാം സ്കാറ്ററിംഗ് കാരണം എന്താണ് ഫുള്ളി ലോസ്റ്റ് ആവും അല്ലെ. അപ്പം ആസ് ദി ലൈറ്റ് ഓർ ആസ് ദി സൺലൈറ്റ് ഹാസ് ടു ട്രാവൽ എ വെരി ലോങ് ഡിസ്റ്റൻസ്, ഷോർട്ടർ വേവ് ലെങ്ത് ലൈറ്റ്സ് ഒക്കെ ഓൾമോസ്റ്റ് എന്താണ് സ്കാറ്ററിംഗ് കാരണം ഓൾമോസ്റ്റ് അവിടെ നമുക്ക് നഷ്ടപ്പെടും. പിന്നെ വരുന്നത് എന്താണ് റെഡ് വിച്ച് ഇസ് ഹാവിംഗ് ദി ലീസ്റ്റ് സ്കാറ്ററിംഗ് അല്ലെ. സോ
റെഡ് ഇസ് ഹാവിംഗ് ദി ലീസ്റ്റ് സ്കാറ്ററിംഗ് അല്ലെങ്കിൽ വെരി ലെസ് എമൗണ്ട് ഓഫ് സ്കാറ്ററിംഗ് ആണ് റെഡ് അണ്ടർഗോ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് റെഡ് ലൈറ്റ് വിൽ റിസീവ് ദി റെഡ് ലൈറ്റ്, അല്ലെങ്കിൽ ദാറ്റ് ഇസ് വൈ ദി ഹൊറൈസൺ അപ്പിയർ ടു ബി റെഡ് കളർ ഡ്യൂറിങ് സൺസെറ്റ് ആസ് വെൽ ആസ് ഓൺ സൺറൈസ്. ഓക്കെ, അപ്പം സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ദി ലൈറ്റ് ഡ്യൂറിങ് സൺസെറ്റ് ദി ലൈറ്റ് ഹാസ് ടു റീച്ചസ് ട്രാവലിംഗ് ത്രൂ എ ലോങ് ഡിസ്റ്റൻസ്. ഒത്തിരി ദൂരം സഞ്ചരിച്ച് വേണം ലൈറ്റ് നമ്മളിലേക്ക് എത്താൻ. അപ്പം എന്താണ് ഷോർട്ടർ വേവ് ലെങ്ത് ലൈറ്റ്സ് ഒക്കെ നമുക്ക് ആ ഒരു ട്രാവൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ട്രാവലിന്റെ ഇടയിൽ നഷ്ടപ്പെട്ടു പോകും. പിന്നീട് വരുന്നത് ലോങ്ങർ വേവ് ലെങ്ത് ലൈറ്റ്, അതായത് റെഡ് ആണ് അല്ലെ. സോ റെഡിന് വെരി ലെസ് സ്കാറ്ററിംഗ് ആയിരിക്കും സംഭവിക്കുക, അല്ലെങ്കിൽ വെരി ലെസ് എമൗണ്ട് ഓഫ് ലൈറ്റ് വിൽ ബി ലോസ് ദയർ. അപ്പൊ അതുകൊണ്ട് തന്നെ റെഡ് വിൽ റീച്ച് ടു അസ് ആൻഡ് വി ക്യാൻ ഒബ്സർവ് ദാറ്റ് ദി എന്താണ് സ്കൈ അപ്പിയേഴ്സ് റെഡ്. അല്ലെങ്കിൽ ഈ റെഡ് ലൈറ്റ് ആണ് ദാറ്റ് അണ്ടർഗോ ദി വെരി ലെസ് എമൗണ്ട് ഓഫ് സ്കാറ്ററിംഗ് ആണ് കളർ ഓഫ് ഹൊറൈസനെ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ടു യു. സോ അതിനെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. നമ്മൾ ഓൾറെഡി ആ ചോദ്യത്തിൽ നമ്മൾ ഇതിനുള്ള ഉത്തരവും ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ. കളേഴ്സ് ഓഫ് ദി റൈസിങ് ആൻഡ് ദി സെറ്റിംഗ് സൺ. ഇപ്പൊ നമുക്ക് ഈ ഇമേജ് നോക്കുമ്പോൾ അറിയാൻ പറ്റും എന്താണ് എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ ഒരു ഒബ്സർവർ ഇരിക്കുവാണ്. സോ ദി ഒബ്സർവറിൽ നിന്ന് സണ്ണിനുള്ള മോർണിംഗും ഈവനിങ്ങും ഉള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കമ്പയർഡ് ടു നൂൺ കൂടുതലായിരിക്കും, കുറച്ചധികം ദൂരം ഉണ്ടാവും അല്ലെ. അപ്പൊ ഇത്രയും ദൂരം തരണം ചെയ്തുകൊണ്ട് ലൈറ്റ് നമ്മളിലേക്ക് എത്തണം. അതാണ് നമ്മൾ അപ്പോൾ റെഡ് ലൈറ്റ് മാത്രമാണ് അത്രയും ദൂരം, അല്ലെങ്കിൽ റെഡ് ലൈറ്റ് ആസ് ഇറ്റ് ഈസ് ഹാവിംഗ് ദി വെരി ലീസ്റ്റ് സ്കാറ്ററിംഗ്, റെഡ് ലൈറ്റ് വിൽ റീച്ച് ടു us and this horizon will appear as red. When does the sunlight has to travel the greater distance through the atmosphere before reaching our eye? നമ്മൾ ഈ മുന്നത്തെ ഫിഗർ കണ്ടിട്ട് നമുക്കിത് ആൻസർ ചെയ്യാൻ പറ്റും അല്ലെ. അല്ലെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. വെൻ ഡസ് ദി സൺലൈറ്റ് ഹാസ് ടു ട്രാവൽ ദി ഗ്രേറ്റർ ഡിസ്റ്റൻസ്? സൺലൈറ്റിന് എപ്പോഴാണ് ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ച് നമ്മളിലേക്ക് എത്തേണ്ടതെന്ന്? എപ്പോഴാണ്? ഡ്യൂറിങ് സൺറൈസ് ഓർ സൺസെറ്റ് അല്ലെ. ഇനി വിച്ച് കളർ നമുക്ക് പറയാം? ഡ്യൂറിങ് സൺറൈസും സൺസെറ്റിന്റെയും സമയത്ത് അല്ലെ. ഇനി വിച്ച് കളർ ഇൻ ദി സൺലൈറ്റ് വിൽ അണ്ടർഗോ ദി മാക്സിമം സ്കാറ്ററിംഗ്? ഏത് കളർ ആയിരിക്കും മാക്സിമം സ്കാറ്ററിംഗ് അണ്ടർഗോ ചെയ്യാൻ പോകുന്നത്? വി ഓൾറെഡി ഡിസ്കസ് ദിസ്. ബ്ലൂ കളർ വിൽ അണ്ടർഗോ ദി മാക്സിമം സ്കാറ്ററിംഗ്. ബ്ലൂ, വയലറ്റ് അങ്ങോട്ടുള്ള കളേഴ്സ് എല്ലാം മാക്സിമം സ്കാറ്ററിംഗ് ആയിരിക്കും അണ്ടർഗോ ചെയ്യുന്നത്, ബിക്കോസ് ദേ ആർ ഹാവിംഗ് ദി മിനിമം വേവ് ലെങ്ത്. നൗ വിച്ച് കളർ വിൽ അണ്ടർഗോ ദി മിനിമം സ്കാറ്ററിംഗ്? ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലെ. ഏത് കളർ ആയിരിക്കും? red will undergo the minimum scattering and red is having a larger wavelength അല്ലെ. ഇനി which color reaches our eye and why? ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. which color is having minimum scattering? Red is having minimum scattering. So which color is going to reach our eye? Red color is going to reach our eye അല്ലെ. റെഡ് കളർ ആണ് നമ്മളിലേക്ക് എത്തുക, ബിക്കോസ് റെഡ് is having the minimum scattering. and അതിനുള്ള കാരണം എന്താണ്? So during sunrise or sunset, light has to reach from the horizon and it has to travel a long distance through the atmosphere. അപ്പം സൺറൈസിന്റെയും സൺസെറ്റിന്റെയും സമയത്ത് ഹൊറൈസണിൽ നിന്ന് ലൈറ്റിന് എന്താണ്, ഇറ്റ് ഹാസ് ടു ട്രാവൽ എ വെരി ലോങ് ഡിസ്റ്റൻസ് ഇൻ ഓർഡർ ടു റീച്ചസ് അല്ലെ. ഈ ഒരു ലോങ് ഡിസ്റ്റൻസ് ഇത് അറ്റ്മോസ്ഫിയറിൽ കൂടെ പാസ് ചെയ്യുമ്പോഴത്തേക്കും അതിന് സ്കാറ്ററിംഗ് നടക്കാനുള്ള ഒത്തിരി എന്താണ് ഒത്തിരി അവസരങ്ങളുണ്ട് അല്ലെ. ബിക്കോസ് അറ്റ്മോസ്ഫിയർ ഇസ് ഫുൾ ഓഫ് particles, dust particles, mist and all those things. അപ്പം light has to എന്താണ് overcome all these obstacles in the atmosphere to reach us അല്ലെ. അവരുടെ ഈ വഴിയിലുള്ള എല്ലാ തടസ്സങ്ങളെയും കളഞ്ഞ, അല്ലെങ്കിൽ ആ തടസ്സങ്ങൾ കാരണം ഉണ്ടാവുന്ന സ്കാറ്ററിങ്ങിനെ അതിജീവിച്ച് വേണം ലൈറ്റ് ഹാസ് ടു റീച്ച് us. അപ്പം കളേഴ്സ് ഓഫ് ഷോർട്ടർ വേവ് ലെങ്ത് വിൽ ബി ലോസ്റ്റ് ഡ്യൂ ടു സ്കാറ്ററിങ്. അപ്പോൾ ചെറിയ വേവ് ലെങ്ത് ലൈറ്റ്സ് എല്ലാം വയലറ്റ്, ബ്ലൂ അവരെല്ലാം will be completely or almost lost due to scattering, and red light, which is having the very least scattering, will determine the color of the horizon. Okay, so the sky appears red towards sunrise or sunset, and that is why the sun appears red during sunrise and sunset. ഈ ഒരു ഫിഗർ നോക്കി, ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് ഭയങ്കര ഫെമിലിയർ ആയിരിക്കും അല്ലെ. നമ്മൾ ഓൾറെഡി ഒന്ന് പറഞ്ഞായിരുന്നു നമ്മൾ എന്തുകൊണ്ട് എന്താണ് ഡേഞ്ചർ സിംബൽസ് അല്ലെങ്കിൽ ട്രാഫിക് സിഗ്നൽസ് ഒക്കെ നമ്മൾ റെഡ് കളറിൽ എന്തുകൊണ്ട് കൊടുക്കുന്നു? വൈ വി ആർ ഗിവിംഗ് ഇറ്റ് ഇൻ റെഡ് കളർ? Can you guess why red color has been given to the tail lamps of vehicles as well as signal lightsലൊക്കെ നമ്മൾ എന്തുകൊണ്ടാണ് റെഡ് കളർ യൂസ് ചെയ്യുന്നത് എന്ന്? സോ ദി മെയിൻ റീസൺ എന്ന് പറയുന്നത് എന്താണ്? ദി
കളർ റെഡ് is having the least scattering, അല്ലെ? അല്ലെങ്കിൽ red light is the least scattered by the air molecules. അപ്പം red light will be able to travel longer distance through fog, rain, etc. Okay. അപ്പം ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞുകൊണ്ട് ഈ റീസൺ നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും. എന്നാണ് സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ റെഡ് കളറിനാണ് ലീസ്റ്റ് സ്കാറ്ററിങ്, അതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ പറ്റും. അപ്പം വാട്ട് എവർ ഓബ്സ്റ്റക്കിൾസ് ലൈക്ക് ഫോഗ്, റെയിൻ എക്സെട്ര ഓബ്സ്റ്റക്കിൾസ് നമുക്ക് അറ്റ്മോസ്ഫിയറിൽ ഉണ്ടെങ്കിലും റെഡ് ലൈറ്റ് ക്യാൻ ട്രാവൽ ലോങ് ഡിസ്റ്റൻസ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ റെഡ് ലൈറ്റിനെ ഡേഞ്ചർ സിഗ്നൽസിലും അല്ലെങ്കിൽ ടെയിൽ ലാംപ്സ് ഓഫ് വെഹിക്കിൾസിലും ഒക്കെ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ഫ്രം ഹിയർ വി ആർ മൂവിങ് ടു ടിൻഡിൽ എഫക്ട്. ഇപ്പൊ ഈ ഒരു ഇതുപോലത്തെ ഒരു സിമിലർ ഫിഗർ നമ്മൾ ക്ലാസ് തുടങ്ങിയപ്പോൾ കണ്ടായിരുന്നു അല്ലെ? നമുക്കറിയാം സൺലൈറ്റ് പാസ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ബീം ഓഫ് സൺലൈറ്റ് നമുക്ക് ക്ലിയർലി വിസിബിൾ ആണ് അല്ലെ? ആസ് വി ലുക്ക് ഇൻ ടു ഇറ്റ് നമുക്കിത് ക്ലിയർലി ഈ ആ ഒരു സൺലൈറ്റിന്റെ പാത്ത് നമുക്ക് ക്ലിയർലി വിസിബിൾ ആവുന്നുണ്ട്. ഇപ്പൊ ടിൻഡിൽ എഫക്റ്റിനെ നമുക്ക് എങ്ങനെ പറയാം? വെൻ റേസ് ഓഫ് ലൈറ്റ് pass through a colloidal fluid or suspension, tiny particles will get illuminated due to scattering. ഇപ്പൊ റേസ് ഓഫ് ലൈറ്റ് ഒരു കൊളോയിഡൽ ഫ്ലൂയിഡ് കൂടെ പാസ് ചെയ്യുമ്പോഴത്തേക്കും എന്താണ് ആ മീഡിയത്തിൽ പ്രസന്റ് ആയിരിക്കുന്ന പാർട്ടിക്കിൾസ് എന്താണ് വിൽ ഗെറ്റ് ഇലുമിനേറ്റഡ് ഡ്യൂ ടു ദി സ്കാറ്ററിങ്. ഇനി ഡ്യൂ ടു ദിസ് പാത്ത് ഓഫ് ലൈറ്റ് വിൽ ബി മെയ്ഡ് വിസിബിൾ. ഇപ്പൊ റേസ് ഓഫ് ലൈറ്റ് ഒരു കൊളോയിഡൽ ഫ്ലൂയിഡ് കൂടെ പാസ് ചെയ്യുമ്പോഴത്തേക്കും ആ മീഡിയത്തിൽ പ്രസന്റ് ആയിരിക്കുന്ന പാർട്ടിക്കിൾസ് വിൽ ഗെറ്റ് ഇലുമിനേറ്റഡ്. അങ്ങനത്തെ ഒരു ഇലുമിനേഷൻ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? സ്കാറ്ററിങ് കാരണമാണ്. ഇനി അത് കാരണം എന്താണ്? ആ പാത്ത് ഓഫ് ലൈറ്റ് നമുക്ക് ക്ലിയർലി വിസിബിൾ ആവും. അത് ഈ ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ഈ ഒരു എഫക്റ്റിനെയാണ് നമ്മൾ ടിൻഡിൽ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇന്റൻസിറ്റി ഓഫ് ദി സ്കാറ്ററിങ് ഡിപ്പെൻഡ്സ് ഓൺ ദി സൈസ് ഓഫ് ദി പാർട്ടിക്കിൾസ് ഇൻ ദി കൊളോയിഡ് അല്ലെ? ആ ഒരു മീഡിയത്തിൽ പ്രസന്റ് ആയിരിക്കുന്ന പാർട്ടിക്കിൾസിന്റെ സൈസ് അനുസരിച്ചായിരിക്കും ഇന്റൻസിറ്റി ഓഫ് സ്കാറ്ററിങ് നിർണ്ണയിക്കപ്പെടുന്നത്. ഇനി ആസ് എ സൈസ് ഇൻക്രീസസ് ഇന്റൻസിറ്റി ഓഫ് സ്കാറ്ററിങ് ഓൾസോ ഇൻക്രീസസ്. അപ്പം ആ കൊളോയിഡൽ മീഡിയത്തിൽ പ്രസന്റ് ആയിരിക്കുന്ന പാർട്ടിക്കിൾസിന്റെ സൈസ് കൂടുന്നതനുസരിച്ച് സ്കാറ്ററിങ്ങിന്റെ ഇന്റൻസിറ്റിയും കൂടും. നൗ ലെറ്റ്സ് മൂവ് ടു ലൈറ്റ് പൊല്യൂഷൻ. നമുക്കറിയാം നമുക്ക് ലൈഫിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ലൈറ്റ് അല്ലെ? ലൈറ്റ് കൊണ്ട് നമുക്ക് ഉപകാരം മാത്രമേ ഉള്ളൂ എന്നാണ് നമുക്ക് പൊതുവെ നമുക്ക് അറിയാം. ബിക്കോസ് വി നീഡ് ലൈറ്റ് അറ്റ് ഈച്ച് ആൻഡ് എവറി ഫേസ് ഇൻ അവർ ലൈഫ്. ഇപ്പൊ നമ്മൾ അതുകൊണ്ട് തന്നെ ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചു. വി പ്രൊവൈഡഡ് ലൈറ്റ് ടു ഓൾ ഹോംസ്. ഇപ്പൊ നമ്മൾ രാത്രിയാണെങ്കിൽ തന്നെ നമുക്ക് ലൈറ്റ് ഇല്ലാത്ത ഒരു ലൈഫിനെ പറ്റി ചിന്തിക്കാനേ പറ്റത്തില്ല. അത് മാത്രമല്ല ലൈറ്റിന് വേറെ പല പല ഉപയോഗങ്ങളും ഉണ്ട്. ഇനി വാട്ട് വിൽ ബി ലൈറ്റ് പൊല്യൂഷൻ? ലൈറ്റ് പൊല്യൂഷൻ എന്ന് പറയുന്നത് യൂസ് ഓഫ് ലൈറ്റ് ഇൻ എക്സസ് ഇൻ എ നോൺ ജുഡീഷ്യസ് മാനർ. അതായത് ലൈറ്റിന്റെ ഒരു അധിക ഉപയോഗം, അത് തന്നെയാണ് ലൈറ്റ് പൊല്യൂഷൻ. അല്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഒരു ഇൻകൺവീനിയൻസ് അല്ലെങ്കിൽ ഒരു ഹെൽത്തി അല്ലാത്ത വേയിൽ നമ്മൾ ലൈറ്റിനെ ഉപയോഗിക്കുമ്പോൾ വി കോൾ ഇറ്റ് as ലൈറ്റ് പൊല്യൂഷൻ. സോ വാട്ട് വിൽ ബി ദ കോൺസിക്വൻസസ് ഓഫ് ലൈറ്റ് പൊല്യൂഷൻ? സോ ലൈറ്റ് പൊല്യൂഷന്റെ കോൺസിക്വൻസസ് എന്ന് പറയുന്നത് എന്താണ്? ദി ലൈഫ് സൈക്കിൾ ഓഫ് ഹ്യൂമൻ ബീങ്സ് വിൽ ബി അഫക്റ്റഡ് അഡ്വേഴ്സ്ലി. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് സ്കൈ വാച്ചിങ് ഒക്കെ ഇമ്പോസിബിൾ ആയിരിക്കും ഡ്യൂ ടു ദി ഡിമിനിഷ്ഡ് സ്കൈ വിഷൻ. പിന്നെ ലൈറ്റ് ഫ്രം tall flights misleads the migrating birds, affecting the accuracy of their judgment of direction. അപ്പൊ നമുക്കറിയാം മൈഗ്രേറ്റിംഗ് ബേർഡ്സ് മൈഗ്രേറ്റ് ഉണ്ടാവും അല്ലെ? അപ്പൊ അവരുടെ ഒരു ഡയറക്ഷൻ ഒക്കെ വെച്ചിട്ടാണ് അവർ തന്നെ ഒരു എസ്റ്റിമേറ്റഡ് ഡയറക്ഷൻ ഒക്കെ വെച്ചിട്ടാണ് അവര് പോകുന്നത്. ഇപ്പൊ നമ്മൾ ടോൾ ഫ്ലാറ്റ്സും ഇപ്പോഴത്തെ പുതിയൊരു അല്ലെങ്കിൽ പണ്ട് കാലത്ത് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പൊ നമുക്ക് കൂടുതൽ ബിൽഡിങ്സ് ഉണ്ട്, ഒത്തിരി ഉയരത്തിലുള്ള ബിൽഡിങ്സ് ഉണ്ട്. അപ്പൊ അതിന്റെ മുകളിൽ നിന്നൊക്കെ വരുന്ന ലൈറ്റ്സ് ആക്ച്വലി ഈ ഒരു മൈഗ്രേറ്റിംഗ് ബേർഡ്സിനെ മിസ്ലീഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ എക്സസ് ലൈറ്റ് ഫ്രം വെഹിക്കിൾസ് അല്ലെ? ഹെഡ് ലൈറ്റ്സ് ഓഫ് വെഹിക്കിൾസിൽ നിന്നൊക്കെ വരുന്ന ഒത്തിരി ലൈറ്റ് ഇറ്റ് ക്യാൻ കോസ് ഹിൻഡ്രൻസ് ടു ദ വിഷൻ ഓഫ് അതേഴ്സ് ആൻഡ് ക്യാൻ കോസ് ആക്സിഡൻസ് അല്ലെ? നമുക്കറിയാം നമ്മൾ വെഹിക്കിൾ ഓടിക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന ലൈറ്റ് അധികമാണെങ്കിൽ അത് നമ്മൾ വണ്ടി ഓടിക്കുന്നതിനെ തന്നെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? നമ്മുടെ വിഷനെ ബാധിക്കും ആൻഡ് ഇറ്റ് ക്യാൻ ലീഡ് ടു ആക്സിഡൻസ്. So all these can be listed as the consequences of light pollution. So what do you think? What can be done to minimize the light pollution? Anyway, light pollution നമ്മൾ മറ്റേതൊരു പൊല്യൂഷനെ പോലെ തന്നെ ഇതും സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണല്ലോ. So what we can do to minimize the light pollution? അപ്പൊ അതിനു വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൺവെൻഷണൽ ഹൈ എനർജി ബൾബ്സിനെ മാറ്റിയിട്ട് എഫിഷ്യന്റ് ആയിട്ടുള്ള LED CFLs ഒക്കെ വെച്ചിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ. പിന്നെ reduce the use of decorative lighting.
ഓക്കെ, ഇപ്പൊ നമ്മൾ ഒത്തിരി ഡെക്കറേറ്റീവ് ലൈറ്റിങ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് ഒരു ഏതെങ്കിലും സെലിബ്രേഷൻസ് വന്നാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഫങ്ഷൻസ് വന്നാൽ, ഏതെങ്കിലും ഫെസ്റ്റിവൽസ് വന്നാൽ എല്ലാം നമ്മൾ നമ്മുടെ വീടും നാടും റോഡ്സും എല്ലാം നമ്മൾ ഒത്തിരി ഡെക്കറേറ്റീവ് ലൈറ്റ്സ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നുണ്ട്. സോ ട്രൈ ടു റിഡ്യൂസ് ദ യൂസ് ടു എന്താണ് ആവശ്യത്തിന് മാത്രം എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ മാറ്റിയെടുക്കാം. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ യൂസ് ഓഫ് കവേർഡ് ബൾബ്സ് ഫോർ ലൈറ്റ് ഫേസിങ് ഡൗൺവേർഡ്സ്. ഇപ്പൊ നമ്മൾ ബൾബ്സിന് ഹൈ ഇന്റൻസിറ്റി ലൈറ്റ്സ് നേരെ താഴേക്ക് വരുന്നതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് യൂസ് കവേർഡ് ബൾബ്സ് ഫോർ ദാറ്റ്, ബിക്കോസ് ആ ഒരു ഇന്റൻസിറ്റി കുറയ്ക്കാൻ അതിന് സാധിക്കും അല്ലേ. ഇപ്പൊ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ആ ലൈറ്റിലേക്ക് നോക്കുന്നതെങ്കിൽ അതിന്റെ ഇന്റൻസിറ്റി കൂടുതലാണെങ്കിൽ ഇറ്റ് ക്യാൻ എഫക്ട് അവർ വിഷൻ. Then the use of automatic systems to turn off street light at certain times. അങ്ങനെയൊക്കെ ഇപ്പൊ നമ്മളിപ്പോ പകൽ സമയത്ത് നമുക്ക് സ്ട്രീറ്റ് ലൈറ്റിന്റെ ആവശ്യമില്ല അല്ലെ, അപ്പൊ ആവശ്യമുള്ളപ്പോൾ മാത്രം സ്ട്രീറ്റ് ലൈറ്റ് ഉപയോഗിക്കുക, അങ്ങനെയുള്ള സിസ്റ്റംസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് വഴി നമുക്ക് ഈ ലൈറ്റ് പൊല്യൂഷനെ ഒരു പരിധി വരെയൊക്കെ മിനിമൈസ് ചെയ്യാൻ പറ്റും. But as we already told, we can't avoid light in our life. It has so many uses. അപ്പം നമ്മൾ ചെറിയ ചെറിയ സ്റ്റെപ്സ് എടുത്ത് ചെറിയ ചെറിയ പ്രിവെൻഷനിലൂടെ ഈ ലൈറ്റ് പൊല്യൂഷൻ ഒന്ന് കൺട്രോൾ ചെയ്താൽ ലൈക്ക് എന്താണ് എല്ലാവർക്കും ആ ഒരു യൂസ് അവൈലബിൾ ആയിരിക്കും. ലെറ്റ് us summarize today's session. നമ്മൾ ഇന്നത്തെ സെഷനിൽ ഇനിഷ്യലി പഠിച്ചത് സ്കാറ്ററിംഗ് എന്താണെന്നാണ്. സോ സ്കാറ്ററിംഗ് ഇസ് ദ ചേഞ്ച് ഇൻ ഡയറക്ഷൻ that is brought out by the irregular and partial reflection of light when it hits the particles of the medium. ഇപ്പൊ ലൈറ്റ് പാർട്ടിക്കിൾസ് ഒരു മീഡിയത്തിൽ കൂടെ പാസ് ചെയ്യുമ്പോഴത്തേക്കും ആ മീഡിയത്തിൽ പ്രസന്റ് ആയിരിക്കുന്ന പാർട്ടിക്കിൾസ് കാരണം ലൈറ്റിന് ഉണ്ടാവുന്ന ചേഞ്ച് ഇൻ ഡയറക്ഷനെ നമ്മൾ സ്കാറ്ററിംഗ് പറയും. As the size of the particles increases, rate of scattering also increases. Then നമുക്കറിയാം colors of shorter wavelength will be lost due to scattering. Red light, which is having the least scattering, will determine the color of the horizon. Or we can say red light, which is having the least scattering, will travel long distance, and therefore red lights നമുക്ക് എന്താണ് ഡേഞ്ചർ സിഗ്നൽസ് ആയിട്ടും അല്ലെങ്കിൽ ട്രാഫിക് ലൈറ്റ്സിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇനി when rays of light are passing through a colloidal fluid, എന്താണ് tiny particles will get illuminated. This is because of scattering, and due to this the path of light will be visible to us. ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ ടിൻഡിൽ എഫക്റ്റ് എന്ന് പറയും. Then the use of light in excess in a non judicious manner ആണ് ലൈറ്റ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കോൺസിക്വൻസസ് ഓഫ് ലൈറ്റ് പൊല്യൂഷനും ഹൗ ക്യാൻ വി കൺട്രോൾ ദിസ് ലൈറ്റ് പൊല്യൂഷനും ഒക്കെ ഈ സെഷനിൽ കണ്ടു. സോ ഐ ഹോപ്പ് ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന്. Manorama Horizon, learning made simple.